AI ഒരിക്കലും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വന്ന ഒന്നല്ല. അത് കുറെ വർഷങ്ങളായി പ്രോഗ്രസീവ്ലി ഉണ്ടായി വന്ന ഒന്നാണ്. അപ്പോൾ ഇതിലെ ഓരോ ഫേസും നമുക്ക് നോക്കാം. അപ്പോൾ 1943 വാരൻ മെക്ലോ ആൻഡ് വാൾട്ടർ പിറ്റ്സ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് ഇല്ലേ അതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ മോഡൽ പ്രൊപ്പോസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് 1949 ഡൊണാൾഡ് ഹെബ് ഈ ന്യൂറോൺസിൻ്റെ ഇടയിലെ കണക്ഷൻ സ്ട്രെങ്ത് മോഡിഫൈ ചെയ്യാനായിട്ടുള്ള റൂള് കൊണ്ടുവന്നു. ആൻഡ് ഈ തിയറിൻ്റെ പേരായിരുന്നു ഹെബ്രിയൻ ലേണിംഗ്. നെക്സ്റ്റ് 1950 അലൻ ട്യൂറിങ് ആളുടെ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇൻ്റലിജൻസ് എന്ന പബ്ലിക്കേഷനിൽ ട്യൂറിംഗ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞു. 1955 അലൻ ന്യൂവെൽ ആൻഡ് ഹെർബർട്ട് എ സൈമൺ ഇവർ രണ്ടുപേരും കൂടെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ പ്രോഗ്രാം ഉണ്ടാക്കി. അതിൻ്റെ പേരായിരുന്നു ലോജിക് തിയറിസ്റ്റ്. ഈ പ്രോഗ്രാം ഔട്ട് ഓഫ് 52 38 മാത്തമാറ്റിക്കൽ തിയറംസ് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് 1956 ജോൺ മെക്കാർത്തി എന്ന ആൾ ഡാർട്ട്മൗത്ത് കോൺഫറൻസിൽ വെച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വേർഡ് കൊണ്ടുവന്നു ആദ്യമായിട്ട്. ഈ സെയിം ഇയറാണ് AI ഒരു അക്കാഡമിക് ഫീൽഡായി അംഗീകരിച്ചത്. ആൻഡ് ഈ സെയിം ടൈമിലായിരുന്നു ഹൈ ലെവൽ ലാംഗ്വേജസ് ആയിട്ടുള്ള ഫോർട്രാൻ, ലിസ്പ്, കൊബോൾ ഇതൊക്കെ വന്നത്. 1966 ജോസഫ് ബെയ്സൻബോം എന്ന ആൾ ആദ്യത്തെ ചാറ്റ് ബോട്ട് ഉണ്ടാക്കി. അതിൻ്റെ പേരായിരുന്നു എലിസ. അത് കഴിഞ്ഞ് 1972 ജപ്പാനിൽ വെച്ചാണ് ആദ്യത്തെ ഹ്യൂമണിനെ പോലെയുള്ള റോബോട്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ പേരായിരുന്നു വാബോട്ട് 1. നെക്സ്റ്റ് ഫേസാണ് 1974 to 1980. ഈ ഒരു ഫേസിന് AI വിൻ്റർ എന്ന് പറയാം. ഈ പീരീഡ് ഓഫ് ടൈമിൽ AI ഫീൽഡിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ല, ഒരു ഫ്രോസൺ സ്റ്റേറ്റിലായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് റിസർച്ചിന് കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട്സ് കുറഞ്ഞു. ആൻഡ് AIൻ്റെ പബ്ലിസിറ്റിയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വലിയ പ്രോഗ്രസ് ഒന്നും ഈ ടൈമിൽ ഉണ്ടായില്ല. 1980 എക്സ്പേർട്ട് സിസ്റ്റംസ് കൊണ്ടുവന്നു. എക്സ്പേർട്ട് സിസ്റ്റത്തിന് ഹ്യൂമൻ എക്സ്പേർട്സിൻ്റെ വർക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ദാറ്റ് ഈസ് അവർക്ക് ഹ്യൂമൻ എക്സ്പേർട്ടിനെ എമുലേറ്റ് ചെയ്യാൻ പറ്റി. സെയിം ഇയറിൽ തന്നെ, അതായത് 1980 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആദ്യത്തെ നാഷണൽ കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു. നെക്സ്റ്റ് ഫേസാണ് 1987 to 1993. ഈ പീരീഡിനെ സെക്കൻഡ് AI വിൻ്റർ എന്ന് വിളിക്കാം. കാരണം സെയിം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫണ്ടിങ് നിന്നു. ബിക്കോസ് തിങ്സ് വെർ എക്സ്പെൻസീവ്. പിന്നെ 1997 IBMൻ്റെ ഡീപ് ബ്ലൂ ഗ്യാരി കാസ്പറോ എന്ന വേൾഡ് ചെസ് ചാമ്പ്യനെ തോൽപ്പിച്ചു. അന്നായിരുന്നു ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ വേൾഡ് ചെസ് ചാമ്പ്യനെ തോൽപ്പിക്കുന്നത്. നെക്സ്റ്റ് 2002 റൂംബ എന്ന വാക്യൂം ക്ലീനർ വന്നു. അന്നായിരുന്നു ആദ്യമായിട്ട് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി AIനെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. നെക്സ്റ്റ് 2006 ഫേസ്ബുക്ക്, ട്വിറ്റർ, നെറ്റ്ഫ്ലിക്സ് എക്സെട്ര ഇവരൊക്കെ AIനെ യൂസ് ചെയ്യാൻ തുടങ്ങി. 2011 IBMൻ്റെ വാട്സൺ എന്ന AI ഒരു ക്യൂസ് ഷോയിൽ ജയിച്ചു. ജിയോപാഡി എന്നായിരുന്നു ആ ഷോയിൻ്റെ പേര്. അടുത്തതായി 2014 യൂജീൻ ഗൂസ്മാൻ എന്ന ചാറ്റ് ബോട്ട് ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായി. നെക്സ്റ്റ് 2018 IBMൻ്റെ പ്രൊജക്ട് ഡിബേറ്റർ എന്ന AI രണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാസ്റ്റർ ഡിബേറ്റേഴ്സുമായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഡിബേറ്റ് ചെയ്തു. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു ആ AIയുടേത്. അടുത്തതായി ഗൂഗിൾ ഡ്യൂപ്ലക്സ് എന്നൊരു AIനെ കൊണ്ടുവന്നു. ആ AI ഉണ്ടല്ലോ ഒരു ഹെയർ ഡ്രസ്സർ കോൾ ചെയ്തു. ആ കോൾ അറ്റൻഡ് ചെയ്ത ആൾക്ക് മനസ്സിലായില്ല ആളൊരു AIനോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന്. ഇതാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് AI.